നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ലോകരാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ചൈന, കാനഡ, മെക്സിക്കോ, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ഈ നയങ്ങൾ കടുത്ത വെല്ലുവിളിയായി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ താരിഫ് ഏർപ്പെടുത്തുന്നത് പോലെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഉയർന്ന താരിഫ് ചുമത്തി. ഇതിന്റെ ഫലമായി പല രാജ്യങ്ങളുടെയും കയറ്റുമതി ഗണ്യമായി കുറയുകയും അമേരിക്കയുമായി ഒരു വ്യാപാര യുദ്ധം ഉണ്ടാകുമെന്ന ആശങ്ക വ്യാപകമാകുകയും ചെയ്തു. ചൈനയുമായി ട്രംപ് നേരിട്ടുള്ള ഒരു വ്യാപാര യുദ്ധം തന്നെ പ്രഖ്യാപിച്ചു. ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലച്ചു. അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഇപ്പോഴത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച താരിഫ് നയങ്ങൾക്കെതിരെ US നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് കടുത്ത ചോദ്യങ്ങൾ ഉയരുകയാണ്. രാജ്യത്തെ അന്താരാഷ്ട്ര വ്യാപാര കോടതി ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് നിയമസാധുതയില്ലെന്ന് നേരത്തെ വിധിച്ചിരുന്നു. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക ശക്തി നിയമം ഉപയോഗിച്ചാണ് ട്രംപ് താരിഫുകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ നിയമം താരിഫുകൾ ചുമത്തുന്നതിന് പ്രസിഡന്റിന് അധികാരം നൽകുന്നില്ലെന്നും വ്യാപാര നയം നിർണ്ണയിക്കുന്നത് കോൺഗ്രസിന്റെ അധികാരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്ന കോടതികളിൽ വാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കേസ് US സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തുമെന്നാണ് സൂചനകൾ. ട്രംപിന്റെ ഈ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും ചില സംസ്ഥാനങ്ങളും കോടതിയെ സമീപിച്ചിരുന്നു. ഈ താരിഫുകൾ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും നിയമപരമായി നിർവചിക്കപ്പെട്ട ഒരു അടിയന്തരാവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല നടപ്പാക്കിയതെന്നും അവർ വാദിച്ചു. നീതിന്യായ വ്യവസ്ഥയുടെ ഈ നീക്കം ട്രംപിന്റെ അധികാരങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. എന്നാൽ താരിഫുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് ട്രംപ് വാദിക്കുന്നു. ഇതിനിടെ വ്യാപാര കരാറുകളില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 15% മുതൽ 20% വരെ താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. കൂടാതെ ഇന്ത്യയുമായി വ്യാപാര കരാർ ഉണ്ടാക്കുകയില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫും റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് പിഴയും ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാപാര മേഖലയിൽ ഇന്ത്യയുമായി അനുകൂലമായ കരാറുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണെങ്കിലും ട്രംപിന്റെ ഈ നിലപാടുകൾ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കകൾ ഉയർന്നിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുന്നത് വ്യാപാരത്തെയും അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഈ വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടന്നുവരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.